വേദിയിൽ പല പല കഥകൾ തുയിലുണർന്നു. ഇന്നോളമാരും പാടാത്തൊരു കഥ ആടിയുണർത്തുന്നു, ഞാൻ ആടിയുണർത്തുന്നു. ത്രേതായുഗത്തിലെ തങ്കലിപികളിൽ തെളിമ കുറഞ്ഞവൾ നാടക. എട്ടുതിക്കുഞ്ഞെട്ടു മട്ടഹാസം, ദുഷ്ടത കത്തുന്ന ക്രൂരനോട്ടം. നിശാചരി അവളുടെ കണ്ണിൽ അകപ്പെട്ട നിശ്ചയം മറ്റർക്കു മരണം തന്നെ. യുവകോമളൻ സുരസുന്ദരൻ സൗവിനി തൻപതി ശ്വേതനാഥൻ. വഴിമുടക്കി നിന്ന താടകയെ കണ്ട് വാളുയർത്തി നിന്നു ശ്വേതനാഥൻ. അലറി വിളിച്ചു ചാടിയടുത്തവൻ, വാൾ പിടിച്ചു നില താഴടിച്ചു. അവരുടെ നെഞ്ചിൽ നഖങ്ങളാട്ടി കണ്ട തുണ്ടമായി ചീന്തിയെറിഞ്ഞവനെ. പ്രിയനേ എന്നു വിളിക്കുന്നേ, ഇടനെഞ്ചു തകരുന്നേ. പൊട്ടിക്കരയുന്ന സൗവിനിയെ നോക്കി കൈകൊട്ടി ചിരിച്ചു പരിഹസിച്ചു. നാടക പൊട്ടിച്ചിരിച്ചെന്ന് പരിഹസിച്ചു. പെണ്ണിന്റെ കയ്യാൽ മരിച്ചൊരു ആണിനെ ചൊല്ലിക്കരയുന്ന പെണ്ണെ, നീ പെൺകുലത്തിനു അപമാനം. സൗമിനി തൻ ശോകം പാപമായി ക്രൗര്യമായി ഇണയുടെ നിണം വീണ മണ്ണുവാരി. സൗമിനി ശാപം ചൊരിഞ്ഞു. നീജേ, നിൻ കയ്യാൽ നിൻ പ്രിയനെ കൊല്ലാതെ നേടില്ല ഒരിക്കലും നീ മോക്ഷം. കാലമേറെ കഴിഞ്ഞു താടക, പ്രണയവും അറിഞ്ഞു. അവളുടെ പകലിനു വർണ്ണമേകാൻ, അവളുടെ രാവിനു കുളിർമയേകാൻ വന്നു വിലേക്ഷണൻ അസുരമുഖ്യൻ. കളിച്ചു ചിരിച്ചും കഥ പറഞ്ഞു താടക പൂത്തു തളിർത്തു നിൽക്കേ. പ്രണയിച്ചു കൊതി തീരും മുൻപേ പ്രാണനെടുക്കാൻ എത്തിയവൻ. പ്രാണേശ്വരന് താടക തൻ കയ്യാൽ വധിക്കണമത്രേ. ഇന്നോളം താടക ചെയ്ത പാപങ്ങളത്രയും കർമ്മം കൊണ്ടൊഴിയുമത്രേ. വാരിപ്പുണർന്നൊരൻ കയ്യാൽ താടക വധിക്കുന്നതെങ്ങിനെ ധർമ്മരാജ. വയ്യൊന്നു നുള്ളി നോവിക്കുവാൻ പോലും വല്ലാതെ സ്നേഹിച്ചു പോയി ഞാനും. ചോരമണക്കുന്ന ചുണ്ടാലവനെ ചുംബിക്കുവാനേ കഴിയൂ. ഖണ്ഡമറുത്തൊരു കയ്യാൽ പ്രിയനെ കെട്ടിപ്പിടിക്കാനേ കഴിയൂ. പാപങ്ങളൊന്നും ഒഴിഞ്ഞിടേണ്ട, മോക്ഷകവാടം തുറന്നിടേണ്ട. പ്രിയനോടൊത്തൻ സ്നേഹം പങ്കിടാൻ ഒരു ദിനം കൂടി നീട്ടിത്തരൂ, ഒരു ദിനം കൂടി നീട്ടിത്തരൂ. രാമബാണ പുണ്യം നെഞ്ചേറ്റുവാങ്ങി മണ്ണിൽ മരിച്ചു